ഈ പുത്തൂരിൽ എഴുത്തേക്കാണ് അയാളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് നിങ്ങളെ? ഒരാവശ്യത്തിന് പോകുന്നു, ബാങ്കിലേക്ക് എന്തോ ആവശ്യത്തിന്, അയാളെ ആവശ്യത്തിനാണ് നിങ്ങളെ എന്നെ വിളിച്ചോണ്ട് പോയത്. നീ പോലെ നിക്കണ്ട, അവരനുജനുണ്ടോണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്തിനാ ടൗണിൽ വിട്ടിട്ട് പോയത്? അറിയില്ല, അയാൾക്ക് എന്നോട് എടുക്ക് നേരുണ്ടാവും, എടുക്ക് പെട്ടെന്ന് ചൊടി വരും, ദേഷ്യപ്പെടും, എന്റെ വീട്ടിൽ കഴിക്കല ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ഇവ ഭർത്താവിന്റെ ഉമ്മ പറയും അവനക്ക് മുന്നൊരു അഫയർ ഉണ്ടായിന്, പഠിപ്പിക്കുന്ന പള്ളിയിൽ ഉപ്പിനങ്ങാടി സ്ഥലത്ത് ഒരു അഫയർ ഉണ്ടായിന്, അതിന് ഓർത്തിട്ടായിരിക്കും അവനാക്കുന്നത്. അവനക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായില്ല കല്യാണം കഴിക്കാൻ. ഞമ്മ സമ്മതിച്ചില്ല, എന്തെങ്കിലും അവൾക്ക് ആങ്ങളെ മറന്നില്ല. അതുകൊണ്ട് ഞാൻ കുറെ എന്തൊക്കെ മന്ത്രമെല്ലാം ചെയ്തിട്ട് അവന്റെ മനസ്സിൽ എടുത്ത് കളയുന്നത് പറഞ്ഞു. അതിനോട് കുറെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു അവൾ കെട്ടാൻ വേണ്ടിട്ട്. അതായത് നിങ്ങളെ ഭർത്താവ് ഒരു ഉസ്താദാണ്, പള്ളിയിലെ ഖത്തീബാണ്. ആ ഖത്തീബിന് മുന്നേ ഒരു അഫയർ ഉണ്ടായി എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയത്? ഉമ്മ പറഞ്ഞു. ഉമ്മ പറഞ്ഞു. അപ്പൊ ഞാൻ വിശ്വസിച്ചില്ല. ഇല്ല, ഉമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞു? ഉമ്മ പോയിന്റെ വിഷയത്തിൽ നമ്മോട് ഒന്നാമത് തർക്കമുണ്ട്. നിങ്ങൾ ഡിവോഴ്സ് ആക്കുന്നു ഉമ്മ പറയുന്നുണ്ട്. നിങ്ങൾ ഞങ്ങൾ ബാറാക്കൂ. ഭർത്താവിന്റെ ഉമ്മ ഉമ്മ പറയുന്നത് നിങ്ങളെ പറയും ഞാൻ എന്ത് ചെയ്ത് നിങ്ങളെ ബാറാക്കുന്നു ഉമ്മ പറഞ്ഞു. അപ്പൊ ഉമ്മക്ക് പൊന്ന് കുറഞ്ഞത്, ഉമ്മക്ക് പൊന്ന് ഇത്ര ഇട്ട പോരാ, 10 പവന്റെ അടുത്തോളം ഇട്ടത് പോരാ. 10 പവന് സ്വർണ്ണം നിങ്ങൾ കൊണ്ടുപോയി, നിങ്ങൾ ഉപ്പ് ഉണ്ടാക്കി തന്നു. എല്ലാം റേറ്റിൽ ഇട്ടിട്ട് 10 പവൻ ഉണ്ടായി. വേറെ പൈസ ആയിട്ട് വാങ്ങിനോ? ഇല്ല, പൈസ ഒന്നും വാങ്ങിയില്ല. പൈസ ഇല്ല. അതിന്റെ പേരിൽ ഉമ്മ ചൊടിക്ക് അങ്ങനെ പറയുന്നതായിരിക്കാം. ഈ 10 പവന് തികയുന്നില്ല എന്നാണോ ഉമ്മ പറയുന്നത്? അതെ. അങ്ങനെ ഉമ്മ കുറെ ഭീഷണിപ്പെടുത്തിന്, നിങ്ങൾ എന്തായാലും അങ്ങ് പാടാക്കൂ, അങ്ങനെ ആക്കൂ, ഞാൻ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ആ ചുരുക്കി പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല.